പാർലമെന്റ് സമ്മേളനം നടക്കാനിരിക്കെ അയോധ്യ വിഷയം ആളിക്കത്തുകയാണ്. ഇത്തവണ ബി.ജെ.പി. സർക്കാരിനെ പൂട്ടിക്കെട്ടാനും നരേന്ദ്രമോദിയെ തുറന്നു കാട്ടാനും പ്രതിപക്ഷത്തിന് ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് അയോധ്യ ക്ഷേത്രത്തിലെ കൊള്ള തന്നെയാണ്. അയോധ്യയുടെ പേരും പറഞ്ഞുണ്ടാക്കിയ ഒരു പാർട്ടി, ആ പേരിൽ അധികാരത്തിലെത്തിയ ഒരു പാർട്ടി ബി.ജെ.പി. അതേ ക്ഷേത്രത്തിൽ തന്നെ കൊള്ള നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് മാപ്പില്ല എന്നുള്ളതാണ് അർത്ഥം. അതിലൊരു കൊടുങ്കാറ്റാകാനാണ് കോൺഗ്രസ് നേതൃത്വം പദ്ധതിയിടുന്നത്. പാർലമെന്റിന്റെ ഇരുസഭകളിലും ലോകസഭയിലും രാജ്യസഭയിലും നരേന്ദ്രമോദി സർക്കാരിനെ മുട്ടുകുത്തിക്കാൻ കിട്ടിയ ഏറ്റവും നല്ലൊരു അവസരം ഏത് തരത്തിൽ ഇന്ത്യ മുന്നണി വിനിയോഗിക്കും എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അതിന് ചുക്കാൻ പിടിക്കുന്നത് ഇത്തവണ ലോകസഭയിൽ ആലപ്പുഴ എം.പിയും AICC സംഘടനാ ജനറൽ സെക്രട്ടറിയുമായ KC വേണുഗോപാലാണ്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ കണക്ക് ചോദിക്കുമെന്നാണ് KC വേണുഗോപാൽ MP മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കട്ടവന്മാർ തന്നെ മാപ്പ് പറഞ്ഞാൽ പ്രശ്നം അവിടെ തീരുമോ എന്ന് ചോദിച്ചുകൊണ്ട് രംഗപ്രവേശം ചെയ്ത KC വേണുഗോപാൽ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ തന്നെ. ഇത് പാർലമെന്റിൽ ഉന്നയിക്കാനാണ് അദ്ദേഹം പോകുന്നത്. നമുക്കറിയാം, UP തെരഞ്ഞെടുപ്പ് അടുത്തു വന്ന് നിൽക്കുന്നു. 2027 മാർച്ച് മാസത്തിന് മുൻപ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടുന്ന UPയിൽ യോഗി ആദിത്യനാഥിനെ താഴെ ഇറക്കാനുള്ള ഏറ്റവും നല്ലൊരവസരം പ്രതിപക്ഷത്തിന്, പ്രത്യേകിച്ച് കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും വന്നിരിക്കുന്ന ഒരവസരം ഏറ്റവും നല്ല രീതിയിൽ വിനിയോഗിക്കാൻ തന്നെയാണ് ഈ പാർലമെന്റ് സമ്മേളനത്തിന് മുൻപിൽ കോൺഗ്രസ് പദ്ധതിയിടുന്നത്. അതിന് എല്ലാവിധ റിപ്പോർട്ടും തയ്യാറാക്കി ഒരു യുദ്ധത്തിന് കളമൊരുക്കുന്നതും അതിന് സന്നദ്ധമായിരിക്കാൻ പാർട്ടിയെ പ്രാപ്തമാക്കുന്നതും KC വേണുഗോപാൽ തന്നെയാണ്. യോഗി ആദിത്യനാഥ് 2027 തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തന്നെ പ്രതിരോധത്തിലായ ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ്. അത് ഈ പാർലമെന്റിൽ വെച്ച് തന്നെ തെളിയിക്കുന്ന തരത്തിലേക്ക് പ്രതിപക്ഷം എത്തിക്കുമെന്നാണ് ഇപ്പോൾ സൂചന ലഭിക്കുന്നത്. BJPയും സംഘപരിവാറും നേതൃത്വം നൽകുന്ന ഒരു അമ്പല കൊള്ളയാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നമെന്നാണ് KC വേണുഗോപാൽ ഉന്നയിച്ചിരിക്കുന്നത്. ഇത് വിശ്വാസികളെ മുഴുവൻ വേദനിപ്പിക്കുന്നത് ഒന്നാണെന്ന്, ഈ രാജ്യം മുഴുവൻ അലേടിക്കുന്ന തരത്തിലേക്ക് പ്രതിഷേധങ്ങൾ കൊണ്ടുവരാനാണ് കോൺഗ്രസ് പദ്ധതിയിടുന്നത്. ഇതിനെതിരെ കോൺഗ്രസ് വിശ്വാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് രാജ്യവ്യാപകമായ ഒരു പ്രക്ഷോഭം നടത്താൻ പോവുകയാണ്. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ പാർലമെന്റ് സമ്മേളനം കഴിയുമ്പോഴേക്കും അതിൻ്റെ ഒരു ഉത്തരം പാർലമെന്റിൽ മാത്രമല്ല സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ നേടിയെടുക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. 20-ാം തീയതി പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുമ്പോൾ അതിന് കണക്ക് ചോദിച്ചിരിക്കും എന്നുള്ള ഈ മുന്നറിയിപ്പ് BJPയെ വല്ലാതെ അലട്ടുന്നുണ്ട്. കാരണം BJP ഇതുവരെ കാത്തു സൂക്ഷിച്ചതും കൊണ്ടു നടന്നതും ഒരു ക്ഷേത്രം, അത് അയോധ്യയാണെങ്കിൽ ആ അയോധ്യയുടെ പേരിൽ തന്നെ അവർ പ്രതിരോധത്തിലാകുന്നത് ഒരിക്കലും അവർക്ക് നല്ല കാലമല്ല വരാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ സൂചനയാണ്. കട്ടവന്മാർ തന്നെ മാപ്പ് പറഞ്ഞാൽ ഒരിക്കലും എവിടെയും തീരാത്ത പ്രശ്നം ഇനി അയോധ്യയുടെ പേരിൽ BJPക്ക് തിരിഞ്ഞുകൊത്തും എന്നുള്ളതാണ് സത്യം. BJPക്ക് വിശ്വാസമെന്നാൽ കക്കാനും വിഭജിക്കാനും മാത്രമാണെന്ന് KC വേണുഗോപാൽ വ്യക്തമായി പറയുകയാണ്. ഇത് തന്നെയാണ് പാർലമെന്റിലും അവർ ഉന്നയിക്കാൻ പോകുന്നത്. ഏതായാലും അയോധ്യ BJPക്ക് ഒരു പ്രശ്നം തന്നെയാണ്. അതിനെ പ്രതിപക്ഷം ഏത് രീതിയിൽ ഉപയോഗിക്കും, ഏത് രീതിയിൽ വിജയിപ്പിച്ചെടുക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്നു കാണാം.